ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് പുളിയവര പറയില്ലേ, ഇവിടെ പച്ച മൊച്ച പറയും കേട്ടോ. അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം ഒളിച്ചെടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന് ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ കത്തിച്ച് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ലേശം ഉലുവ ഇട്ട് കൊടുത്ത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വലിയുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കുക. ലേശം പുളിപ്പുണ്ടെങ്കിൽ തന്നെ നന്നായിരിക്കുള്ളൂ. തക്കാളിയുടെ പുളി മതി, പുളി ഒഴിക്കണ്ട കേട്ടോ. ഇനി പുളി വേണം പറഞ്ഞാൽ ആരെയും പുളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാലപ്പൊടി അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് വഴണ്ട് വന്ന് നമുക്ക് ഈ പുളിയവര ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്തു കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വിട്ട് ഇതായി എടുക്കുക. വിസിൽ വിട്ട് വന്ന് നന്നായി ഉരുളക്കിഴങ്ങ് പുളിയവരയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്കായ അരച്ചതായ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ തിളച്ച് വരുമ്പോൾ ലേശം കരിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ഇട്ടിട്ട് കറി ഇറക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പുളിങ്കറിയായിട്ടും വെക്കും, ഇതേപോലെയും വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് വന്നിട്ട് കാലത്ത് ഉണ്ടാക്കി പറഞ്ഞാൽ നമുക്ക് കാലത്ത് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ്റിനും എടുക്കുക. പിന്നെ വൈകുന്നേരം അതേമാതിരി ഇഡ്ഡലിയും ദോശയും വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനും ഉപകാരപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.